നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭരണനിർവഹണം വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ മേഖലാതല അവലോകന യോഗം മലമ്പുഴയിൽ. 151 പരാതികൾക്ക് യോഗത്തിൽ പരിഹാരമായി. പാലക്കാട്ട് വൻ മയക്കുമരുന്ന് വേട്ട. പട്ടാമ്പിയിൽ MDMAയുമായി യുവാക്കൾ പിടിയിലായ കേസിലെ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. ഒമാനിൽ നിന്ന് ചെന്നൈ വഴിയാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പോലീസ്. മണ്ണൂർ കൈമക്കുന്നത്തുകാവ് ട്രസ്റ്റി ബോർഡിനെതിരെ സമരം ശക്തമാക്കി ഭക്തജന കൂട്ടായ്മ. ബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. ട്രസ്റ്റി ബോർഡിന്റെ അഴിമതിയിൽ നിന്ന് ക്ഷേത്രത്തെ മോചിപ്പിക്കും വരെ പ്രക്ഷോഭം തുടരുമെന്ന് സമരസമിതി. വാർത്തകൾ വിശദമായി. ഭരണനിർവഹണം വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ മലമ്പുഴയിൽ നടത്തിയ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ മേഖലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. കേരളത്തെ പുതിയൊരു ഭരണ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ LDFന് കഴിഞ്ഞു. പ്രകടന പത്രികയിലെ പരമാവധി കാര്യങ്ങൾ നടപ്പാക്കിയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തിന്റെ ഭരണനേട്ടങ്ങൾ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുക, അതാണ് ഏറ്റവും പ്രധാനം. കഴിയാവുന്നത്ര വേഗത്തിൽ ജനങ്ങൾക്ക് അതിൻ്റേതായ എല്ലാ തരത്തിലും അനുഭവിക്കാൻ കഴിയും. അതോടൊപ്പം നാം നടത്തുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതൊരു ഉന്നതതല യോഗത്തിന്റെ ഭാഗമായി തീരുമാനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ മേഖലാ യോഗം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇവിടെ കാര്യമായ ഒരു മാറ്റം നമ്മുടെ പൊതുസമ്മേളനത്തിൽ ഈ കാലയളവിൽ ഉണ്ടാക്കാൻ നമുക്കായിട്ട്, അതായത് ജനങ്ങൾ ഭരിക്കപ്പെടേണ്ടി വരും, സർക്കാർ ഭരിക്കേണ്ടി വരും. ഇത്തരമൊരു ഭരണ സംസ്കാരം കാലാകാലമായി നിലനിന്നു വരുന്നുണ്ടായിരുന്നു. അതിന് സാരമായ മാറ്റമുണ്ടാക്കാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2023 നടത്തിയ അവലോകന യോഗത്തിൽ പരിഹരിക്കാൻ കഴിയാത്തതും MLAമാർ പുതുതായി ഉന്നയിച്ചതും ജില്ലാ കളക്ടർമാർ കണ്ടെത്തിയതുമായ 956 വികസന വിഷയങ്ങളാണ് യോഗത്തിൽ പരിഗണിച്ചത്. ഇതിൽ 151 പരാതികൾ തീർപ്പാക്കി. ബാക്കിയുള്ളവ 6 മാസത്തിനുള്ളിൽ പരിഹരിക്കാൻ നിർദ്ദേശിച്ചു. നവകേരള സദസ്സിൻ്റെ ഭാഗമായി ലഭിച്ച പരാതികളുടെ നടപടികളും യോഗം വിലയിരുത്തി. മന്ത്രിമാരായ K. കൃഷ്ണൻകുട്ടി, KN ബാലഗോപാൽ, P. രാജീവ്, MB രാജേഷ്, GR അനിൽ, P. പ്രസാദ്, വീണ ജോർജ്, AK ശശീന്ദ്രൻ, OR കേളു, R. ബിന്ദു, K. രാജൻ, റോഷി അഗസ്റ്റിൻ, സജി ചെറിയാൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക് തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ ക്രമസമാധാന അവലോകനവും നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ക്ഷേത്രഭരണം ട്രസ്റ്റി ബോർഡിനെ മാറ്റി ജനകീയ കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മണ്ണൂർ കൈമകുന്നത്തുകാവ് ട്രസ്റ്റി ബോർഡ് ഓഫീസിലേക്ക് ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് മങ്കര CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. 200-ലേറെ ഭക്തർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. പടിഞ്ഞാറേ നായർ വീട് അംഗവും എയർ ഇന്ത്യ മുൻ ADGM-ഉമായ CK രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ചോട്ടില വെള്ളം വീണത് എന്തോ അവിടെ കല്ലും മണ്ണും കളഞ്ഞിരിക്കുന്നുണ്ട്. ഭഗവതി അങ്ങനെ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. എൻ്റെ ഒരേ ഒരു കൈ തൊഴുതിട്ട് ഞാൻ അവരോട് ഇത് ചോദിക്കുന്നു, ഇത് ഏതെങ്കിലും തരത്തിൽ നന്നാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അറിയില്ല ഭഗവതിന് എൻ്റെ രൂപത്തിൽ വന്നിട്ട് ഞാൻ എന്താ അവിടെ ചെയ്യാന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല.
അതുകൊണ്ട് അത് നല്ല നിലയ്ക്ക് അവരത് റിപ്പയർ ചെയ്തിട്ട് ഇതറിയണം. എനിക്ക് പ്രൂഫ് വേണം. ഇനി ഭഗവതിക്ക് യാതൊരു കഷ്ടവും ഇല്ല അവിടെ, മഴ വീഴില്ല, ചോട്ടുള്ള സ്ഥലമൊക്കെ ശരിയാക്കി എന്നറിയുന്നവരെ ഞാൻ ഉണ്ടാതിരിക്കില്ല. കൂട്ടായ്മ പ്രസിഡന്റ് രാജേഷ് പുതിയത്ത് അധ്യക്ഷത വഹിച്ചു. ദിവൈ കേരളശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. PC പ്രീതത്ത്, N തങ്കപ്പൻ, ഓമനക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. മാർച്ചിൽ സ്ത്രീകളടക്കം 200-ലേറെ ഭക്തർ പങ്കെടുത്തു. എല്ലാവരുടെയും അനുഗ്രഹാശിസുകൾ, എല്ലാ ഭക്തജനങ്ങളുടെ അനുഗ്രഹാശിസുകൾ പ്രതീക്ഷിക്കുന്നു. ദേവിയുടെ പ്രതിരൂപമായ കോമരത്തിനെതിരെ നിരന്തരം കള്ളക്കേസുകൾ കൊടുക്കുക. അദ്ദേഹം 10 മാസമായി വെളിച്ചപ്പാടിനോ. വൻ പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട്ട് വൻ മയക്കുമരുന്ന് വേട്ട. ഇക്കഴിഞ്ഞ മെയ് 5-ന് 620 ഗ്രാം MDMA-യുമായി 2 പട്ടാമ്പി സ്വദേശികൾ പിടിയിലായ കേസിൽ മുഖ്യ സൂത്രധാരനായ തൃത്താല സ്വദേശിയാണ് മയക്കുമരുന്നുമായി പാലക്കാട്ട് പിടിയിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പട്ടാമ്പി MDMA കേസിലെ മുഖ്യ സൂത്രധാരൻ സൗത്ത് തൃത്താല മാടപ്പാട് പട്ടിക്കരവളപ്പിൽ 34 വയസ്സുള്ള ജാഫർ സാദിഖ് പിടിയിലായത്. 2023-ൽ 301 ഗ്രാം MDMA-യുമായി തൃത്താലയിൽ പിടിയിലായ കേസിൽ 1.5 മാസം മുമ്പാണ് ജാഫർ സാദിഖ് ജാമ്യത്തിലിറങ്ങിയത്. ജാമ്യത്തിലിറങ്ങിയ ശേഷവും പ്രതി ലഹരി ഇടപാട് തുടരുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ഒമാനിൽ നിന്ന് ചെന്നൈ വഴിയാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഓങ്ങല്ലൂർ പട്ടാമ്പി മേഖലയിലെ ലഹരി വിൽപ്പനയുടെ പ്രധാന കണ്ണിയാണ് പ്രതി. ജാഫറിൻ്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ലഹരി ഇടപാടിന് സമാന രീതിയിൽ വിദേശത്ത് നിന്ന് മയക്കുമരുന്ന് എത്തിച്ച് വിൽപ്പന നടത്തുന്നതായി സൂചന ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് അറിയിച്ചു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPS-ൻ്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ASP രാജേഷ് കുമാർ IPS, പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ മുനീർ, ഷൊർണൂർ DYSP R മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ആദം ഖാൻ, സബ് ഇൻസ്പെക്ടർ ഹേമലത എന്നിവരുൾപ്പെട്ട സംഘമാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസിൻ്റെയും പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിൻ്റെയും സഹായത്തോടെ മയക്കുമരുന്നും പ്രതിയെയും പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നെല്ല് സംഭരണത്തിൽ ഇടനിലക്കാരുടെ ചൂഷണം അനുവദിക്കില്ലെന്ന് സപ്ലൈകോ ചെയർമാൻ PB നൂഹ്. സംഭരിച്ച നെല്ലിനുള്ള തുക ഉടൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ നടക്കുന്നുണ്ടെന്നും നൂഹ് പറഞ്ഞു. കർഷകരുടെ നെല്ല് സംഭരിച്ച് അരിയാക്കി മാറ്റി ബ്രാൻഡ് കമ്പനി തുടങ്ങാൻ ആലോചനയുണ്ടെന്നും സപ്ലൈകോ ചെയർമാൻ പറഞ്ഞു. മങ്കരയിൽ കർഷകരോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം. മങ്കര പഞ്ചായത്തിലെ പുള്ളോട് തവക്കുളം പാടശേഖരത്തിലെ കർഷകരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ചില ഏജന്റുമാർ നെല്ലിന് കിഴിവ് ആവശ്യപ്പെടുന്നത് സംബന്ധിച്ച് കർഷകർ പരാതിപ്പെട്ടതിനു മറുപടിയാണ് ഇദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കർഷകരുടെ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കണം. പരാതി ലഭിച്ചാൽ അത്തരം മില്ലുകാർക്കെതിരെ നടപടിയെടുക്കും. സംഭരിച്ച നെല്ലിനുള്ള തുക ഉടൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. കർഷകനായ വടക്കേതൊടി അലിക്കുട്ടിയുടെ വീട്ടുമുറ്റത്ത് വെച്ചായിരുന്നു PB നൂഹും കർഷകരും സംവദിച്ചത്. സപ്ലൈകോ പാടി മാർക്കറ്റിംഗ് ഓഫീസർ കവിത, മങ്കര കൃഷി അസിസ്റ്റന്റ് ദേവദാസ്, കർഷകർ സമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. വളരെ പെട്ടെന്നായിരുന്നു നൂഹിന്റെ മിന്നൽ സന്ദർശനം. വൈകിട്ട് 3:30 എത്തിയ അദ്ദേഹം 1 മണിക്കൂർ കർഷകരുമായി സംവദിച്ചു. 4:30 മടങ്ങി. കർഷകരുടെ നെല്ല് സംഭരിച്ചുകൊണ്ട് അരിയാക്കി മാറ്റാനുള്ള ബ്രാൻഡ് കമ്പനി തുടങ്ങാൻ ആലോചനയുണ്ടെന്നും നൂഹ് കർഷകരോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി മിനി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. മാസങ്ങൾ കഴിഞ്ഞിട്ടും പണിയെങ്ങും എത്തിയില്ലെന്നാണ് ആക്ഷേപം. കോൺക്രീറ്റ് സ്ലാബ് നിരത്താനായി കനാലിന്റെ ഇരുവശങ്ങളിലും ബണ്ട് നിർമ്മിക്കാനായി ഇട്ട കമ്പി തുരുമ്പെടുത്ത് നശിക്കാറായെന്നും നാട്ടുകാർ. 1 കോടി ചെലവഴിച്ചാണ് മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം. കോട്ടായി സെന്ററിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ എന്നിവയ്ക്കിടയിൽ മലമ്പുഴ കനാലിന് മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് നിരത്തിയാണ് മിനി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. കോൺക്രീറ്റ് സ്ലാബ് നിരത്താനായി കനാലിന്റെ ഇരുവശങ്ങളിലും ബണ്ട് നിർമ്മിക്കാൻ കമ്പി സ്ഥാപിച്ചിട്ട് 1 മാസമായെന്നും കമ്പി തുരുമ്പെടുത്ത് നശിക്കുകയാണെന്നും ഉടൻ പണി തുടങ്ങാൻ ബന്ധപ്പെട്ട അധികാരികളും ജനപ്രതിനിധികളും ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുളപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു. മെയ് 4 മുതൽ 8 വരെ നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്കാണ് സമാപനമായത്. വിശേഷ പൂജകൾ, കുളപ്പള്ളി സംഗീതോത്സവം, സമ്പൂർണ്ണ നാരായണീയം എന്നിവയോടെയായിരുന്നു 4 ദിവസത്തെ പ്രതിഷ്ഠാദിന മഹോത്സവം. നിരവധി ഭക്തജനങ്ങൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. സമാപന ദിനമായ വ്യാഴാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, പ്രതിഷ്ഠാദിന വിശേഷ പൂജകൾ, നവകം, കളഭാഭിഷേകം, ശ്രീഭൂതബലി എന്നിവ നടന്നു. രാവിലെ 9 മുതൽ
പാഞ്ഞാൾ വേലുക്കുട്ടിയുടെ പഞ്ചവാദ്യമുണ്ടായിരുന്നു. വൈകിട്ട് ദീപാലങ്കാരം, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം അത്താഴപൂജയോടെ ചടങ്ങുകൾക്ക് സമാപനമായി. ബാലസ്വാമി നയിച്ച ഗീതാനാരായണീയ സത്സംഗം സമാപന ദിനത്തിലെ സവിശേഷതയായി. ഇരട്ടമ്പലം മാതൃസമിതി, ഗൗരി ശങ്കര നാരായണ സമിതി, നാരായണീയം ഗ്രൂപ്പ്, സത്യനാരായണ ഭജൻ മണ്ഡലി എന്നിവരുടെയും നാരായണീയ പാരായണമുണ്ടായിരുന്നു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നടന്ന കുളപ്പുള്ളി സംഗീതോത്സവം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. വ്യാഴാഴ്ച ശങ്കരൻ നമ്പൂതിരിയുടെ വായ്പാട്ടോടെയാണ് സംഗീതോത്സവത്തിന് സമാപനമായത്. വയലിനിൽ ഗോകുൽ ആലങ്കോടും മൃദംഗത്തിൽ എടപ്പാൾ സജിൻലാലും അകമ്പടിയായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റോബോട്ടിക് എക്സ്പോയും സൗജന്യ പാഠപുസ്തക വിതരണവും നടന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ നിന്ന് തന്നെ വളർന്നു വന്നിട്ടുള്ള ആശയത്തെ പ്രാവർത്തികമാക്കിയതിൻ്റെ പ്രദർശനമാണ് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പഠന കാലത്ത് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ മനുഷ്യൻ്റെ വളർച്ചയ്ക്കും ജീവിതത്തിനും ഏറെയേറെ സഹായകരമായത് ശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ഈ പഠന പരിപാടി മാറുകയാണ്. കുട്ടികളിൽ ശാസ്ത്രാവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് റോബോട്ടിക് എക്സ്പോ സംഘടിപ്പിച്ചത്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. കൃഷ്ണൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇൻഡസ്ട്രിയൽ റോബോട്ടിക്സ് പ്രതിനിധി അഖിൽ K. പദ്ധതി വിശദീകരണം നടത്തി. പ്രധാനാധ്യാപിക P. സത്യ, അധ്യാപക പ്രതിനിധി KC സജൻ, സ്റ്റാഫ് സെക്രട്ടറി M. പ്രിയ, ATL ടീച്ചർ ഇൻചാർജ് സിന്ധു സുബ്രഹ്മണ്യൻ, ഹരിനന്ദന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ പാലക്കാട് ജില്ലാ കുടുംബസംഗമം ഞായറാഴ്ച വാണിയംകുളത്ത് നടക്കും. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ P. കൃഷ്ണദാസ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് ലിഫോക് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വാണിയംകുളം P.K. ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സുശ്രുത ലെക്ചർ ഹാളിലാണ് ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള ജില്ലാ കുടുംബസംഗമം. കുടുംബസംഗമം നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ P. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ എന്നിവരെ ചടങ്ങിൽ ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ജീവിതശൈലി എന്ന വിഷയം ഡോക്ടർ S. രവിറാം, ഡോക്ടർ സതീഷ് A. വാസുദേവൻ, ഡോക്ടർ V. അബൂബക്കർ അഹമ്മദ് എന്നിവർ അവതരിപ്പിക്കും. 150ഓളം പേർ കുടുംബസംഗമത്തിൽ പങ്കെടുക്കും. ഈ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് ഡോക്ടർ P. കൃഷ്ണദാസ്, ഓണററി ട്രേഡ് കമ്മീഷണർ ഓഫ് മൊറീഷ്യസ് ടു ഇന്ത്യ, അതുപോലെ തന്നെ നെഹ്റു ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാനുമായി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഇതിൽ പങ്കെടുക്കുന്ന പ്രധാനികളിൽ മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ഷാബിറ ടീച്ചർ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ശ്രീ A. ശ്രീധരൻ മാസ്റ്റർ എന്നിവർ ഇതിൽ അതിഥികളായി പങ്കെടുക്കുന്നു. ഈ യോഗത്തിൽ മാധ്യമപ്രവർത്തകരായ നിങ്ങളുടെ സഹായം, ഉണപടിഞ്ഞ സഹായം ആവശ്യമാണ്. കാരണം ഞങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിൽ 3 പ്രധാനപ്പെട്ട ഡോക്ടർമാർ പങ്കെടുക്കുന്നു. P.K. ദാസിന്, ഡോക്ടർ രവിറാം S., ഡോക്ടർ സതീഷ് A. വാസുദേവൻ, ഡോക്ടർ അബൂബക്കർ അഹമ്മദ് D. എന്നീ 3 ഡോക്ടർമാർ പങ്കെടുക്കുന്നു. ഇതിൽ കരൾ രോഗം ബാധിച്ചവർക്കും കരൾ ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്കും ആവശ്യമായ ഉപദേശങ്ങൾ അവർ നൽകുന്നു. ലിക്ക് ഓഫ് ജില്ലാ രക്ഷാധികാരി K. ജയപ്രകാശ്, ജില്ലാ സെക്രട്ടറി PM അബ്ദുൾ റഫീഖ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി NM അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും.
ഭരണനിർവഹണം വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ മേഖലാതല അവലോകന യോഗം മലമ്പുഴയിൽ. 151 പരാതികൾക്ക് യോഗത്തിൽ പരിഹാരമായി. പാലക്കാട്ട് വൻ മയക്കുമരുന്ന് വേട്ട. പട്ടാമ്പിയിൽ MDMAയുമായി യുവാക്കൾ പിടിയിലായ കേസിലെ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. ഒമാനിൽ നിന്ന് ചെന്നൈ വഴിയാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പോലീസ്. മണ്ണൂർ കൈമക്കുന്നത്തുകാവ് ട്രസ്റ്റി ബോർഡിനെതിരെ സമരം ശക്തമാക്കി ഭക്തജന കൂട്ടായ്മ. ബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. ട്രസ്റ്റി ബോർഡിന്റെ അഴിമതിയിൽ നിന്ന് ക്ഷേത്രത്തെ മോചിപ്പിക്കും വരെ പ്രക്ഷോഭം തുടരുമെന്ന് സമരസമിതി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.